الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا برحمة كما ربنا صغارا. അർഹമ റഹീമനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ കബൂൽ ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനമാണ് റബ്ബേ. പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് റബ്ബേ. നീ മജ്ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പ്രഭാത ദിക്റുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം പ്രഭാത ദിക്റുകൾ ചെല്ലുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും രോഗികളുണ്ട് റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ പ്രഭാതത്തിലും ഞങ്ങളോട് ദിക്ർ ചെല്ലുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ, ഒരു രോഗികളുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ കടക്കാറുണ്ട് റബ്ബേ. ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഭവനമില്ലാത്തവരുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന അല്ലാഹ്, അവർക്കൊക്കെ നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുണ്ട് റബ്ബേ. നീ ജോലി നൽകണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലിയവരുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹുവേ. സർവ്വ പ്രയാസങ്ങളും ആപത്തുകളും മുസീബത്തുകളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ തട്ടി നീക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മഹത്തായ വെള്ളിയാഴ്ചയാണ്. എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹത്തായ വെള്ളിയാഴ്ചയാണ്. എത്രത്തോളം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്ത് ഹബീബായ തങ്ങളുടെ മേൽ ചെല്ലണം. അത്ര മഹത്വമുള്ള ദിനങ്ങളാണ്. ഒന്നാമത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. ഈ റമളാൻ വലിയ പുണ്യങ്ങളുള്ള ദിനങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ റമളാൻ ചെല്ലുന്ന അദ്കാറുകളും സലാത്തുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ഈ സലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടാനും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം അല്ലാഹു നീക്കപ്പെടാനുമുള്ള മഹത്തായ സലാത്താണ് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലിക്കോ. അല്ലാഹുമ്മ സല്ലി വസല്ലി വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് സലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖിഹി അദാഅ. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് വെള്ളിയാഴ്ച ദിനം നിങ്ങൾ ധാരാളം സലാത്തുകൾ അധികരിപ്പിക്കാനാണ്. നമുക്ക് എത്രത്തോളം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സലാത്ത് ചെല്ലണം. കാരണം നമ്മളൊരു സലാത്ത് ചെല്ലുമ്പോൾ അർഹമർ റഹീമായ അല്ലാഹു ഒരുപാട് അനുഗ്രഹം നമുക്ക് നൽകപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ മേൽ ഈ റമദാനിൽ ഒരു സലാത്ത് ചെല്ലിയാൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹം നമുക്ക് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും മഹത്വമുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്രയും മഹത്വമുള്ള ദിനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾ പൊന്നാര നബി തങ്ങളുടെ മേൽ ചെല്ലുന്ന സലാത്തുകൾ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മേൽ നമുക്ക് എത്രത്തോളം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്ത് നമ്മൾ ചെല്ലണം. മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തുകൾ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരു കാരണമാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ചൊല്ലിയ സലാത്തുകൾ പൊന്നാര നബി തങ്ങളുടെ റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ എത്തിക്കണേ പടച്ചവനെ. നബി തങ്ങളുടെ റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. ഈ സലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. ഒരുപാട് ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മഹത്തായ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഇഷ്ടംപോലെ ദുആ ചെയ്യണം. ഈ വെള്ളിയാഴ്ച നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. പടച്ചവൻ ഞങ്ങളുടെ മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് എത്രത്തോളം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അതുപോലെ നമ്മൾ ദുആ വർദ്ധിപ്പിക്കണം. ഇന്ന് വലിയ മഹത്വമുള്ള ദിനമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന മഹത്തായ ദിനമാണ്. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന മഹത്തായ ദിക്റുകളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന അദ്കാറുകൾ. ഈ ദിക്റുകളൊക്കെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാണ്? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദിക്റൊക്കെ നമ്മൾ പ്രഭാതത്തിൽ ചെല്ലണം. കാരണം വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. സന്തോഷങ്ങൾ അല്ലാഹു നിലനിർത്തുന്നതാണ്. മുസീബത്തുകൾ അല്ലാഹു എടുത്തു കളയുന്നതാണ്. അനുഗ്രഹങ്ങളുടെ വഴികളിൽ പടച്ചവൻ വിശാലമാക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പ്രഭാതത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഈ അദ്കാറുകൾ നമ്മൾ ചെല്ലണം. കാരണം അപകടമരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുന്നതാണ്, പ്രയാസങ്ങൾ നീക്കുന്നതാണ്, വിഷമങ്ങളൊക്കെ നീക്കി കളയുന്ന നല്ല മഹത്തായ ദിക്റുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സർവ്വാനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടാനും ശർറുകൾ അല്ലാഹു തട്ടി നീക്കാനുമുള്ള മഹത്തായ ഒരു ഇസ്മാണ്. എല്ലാവരും ചൊല്ലിക്കുക. അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക النشور. اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور. اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور. അല്ലാഹുവേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സർവ്വ ഖൈറുകൾ നമുക്ക് നൽകപ്പെടാനും ശർറുകൾ അല്ലാഹു തട്ടി നീക്കാനുമുള്ള മഹത്തായ ദിക്റാണ്. എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലുക. അല്ലാഹു ഖൈർ ധാരാളം നൽകാനും ശർറുകൾ അല്ലാഹു തട്ടി നീക്കാനുമുള്ള ഒരു മഹത്തായ ദിക്റാണ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അസ്ബഹനാ. ഖൈറുകൾ ധാരാളം നൽകാനും ശർറുകൾ അല്ലാഹു തട്ടി നീക്കാനുള്ള മഹത്തായ ദിക്റാണ്. മുഅ്മിനീങ്ങളെ ചൊല്ലുക. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മില്ലത്തി അബീനാ ഇബ്രാഹീം ഹനീഫ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. അല്ലാഹുവേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ഒരു മഹത്തായ ദിക്റാണ്. അല്ലാഹു ഖൈറുകൾ നൽകപ്പെടുന്നതാണ്. നമ്മുടെ ശരീരങ്ങൾ അല്ലാഹു ബർക്കത്ത് ചൊരിയുന്നതാണ്. അതുപോലെ അനസ്സതുകളിൽ അല്ലാഹു നമ്മളെ കാക്കുന്നതാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലുക. സുബ്ഹാനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ്
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر الله إذا لا സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന മഹത്തായ ഒരു ദിക്റാണ്. അല്ലാഹു സാമ്പത്തിക ഉയർച്ച നൽകാനുള്ള ഒരു മഹത്തായ ദിക്റുകളാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം അല്ലാഹു നീക്കിക്കളയും. കടങ്ങൾ അല്ലാഹു വിട്ടുകയും ചെയ്യുന്ന മഹത്തായ ഒരു ദിക്റാണ്. കടങ്ങളൊക്കെ അല്ലാഹു വിട്ടാനുള്ള നമ്മളിൽ ഒരുപാട് പേര് നമ്മളോട് തോന്നുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ, ഞങ്ങൾക്കൊക്കെ കടങ്ങളുണ്ട് ഉസ്താദേ. അല്ലാഹു അവരുടെ കടങ്ങൾ വിട്ടുമാറാകട്ടെ, സന്തോഷം അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടങ്ങൾ വീടാനുള്ള ഒരു മഹത്തായ ദിക്റാണ് ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ കടക്കാരായി മരിപ്പിക്കില്ലേ അല്ലാഹ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടങ്ങളെ അല്ലാഹു വിട്ടുതരാനും സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകപ്പെടാനുള്ള ഒരു മഹത്തായ ദിക്റാണ്. എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല സാമ്പത്തിക ഉയർച്ച നൽകണേ, കടങ്ങളൊക്കെ വിട്ടുതരണേ അല്ലാഹ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക മിൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. الله കടങ്ങളൊക്കെ വിട്ട് തരാനുള്ള മഹത്തായ ദിക്റാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാ പ്രഭാതത്തിലും മറക്കാതെ ഓതിയിരിക്കേണ്ടതാണ് ആയത്തുൽ കുർസി. നമ്മളെല്ലാ പ്രഭാതത്തിലും മറക്കാതെ നമ്മൾ എപ്പോഴും ഓതിയിരിക്കേണ്ടതാണ് ആയത്തുൽ കുർസി. കാരണം അല്ലാഹു വലിയ ഐശ്വര്യം നൽകുന്നതാണ് ആയത്തുൽ കുർസി. കാരണം പിശാചിന്റെ ശർറുകളിൽ നിന്നും അതുപോലെ ജിന്നുകളുടെ ശർറുകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാക്കുന്ന മഹത്തായ ഒരായത്താണ് ആയത്തുൽ കുർസി. എല്ലാവരും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله إذا لا സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ഓതാൻ പോകുന്ന മൂന്ന് ഫാത്തിഹയാണ്. നമ്മളെ വളർത്തിയവർ, നമ്മൾക്ക് ഭക്ഷണം തന്നവർ, അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയി. നമ്മളോട് ചില മുഅ്മിനീങ്ങൾ, നമ്മളെ മജ്‌ലിസിലുള്ളവർ, നമ്മളെ വീഡിയോകൾ കാണുന്നവർ, അതുപോലെ തന്നെ നമ്മളെ മജ്‌ലിസിലുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, ഒരുപാട് പേരുടെ ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പരിശുദ്ധ റമളാനിൽ നല്ല നല്ല ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ മരിച്ചവരും നമ്മളെ മജ്‌ലിസിലുള്ള ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവരുണ്ട്, ഇണകൾ മരിച്ചവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഒരു ഫാത്തിഹ ഓതി അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിലെത്തിച്ച് അവരുടെ ഖബറടങ്ങിയ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. എന്നീ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഹദിയ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിന്റെ മിഥല സവാബ് അവരുടെ ഖബറിലെത്തിക്കുകയും അവരുടെ ഖബർ വിശാലമാകാൻ ഒരു കാരണമാകുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്.
ആ മാതാപിതാക്കൾക്ക് വേണ്ടി പടച്ചവനെ അവരെ സ്വത്തിലാണ് നമ്മൾ കഴിയുന്നത്. അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പോലും സമയമില്ലാത്ത മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ഈ പ്രഭാതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാം. ആദ്യമായിട്ട് വരാ ഹദറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാലിഹി വസഹ്ബിഹി അജ്മഈൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. രണ്ടാമതായി നമ്മൾ ഓതാൻ പോകുന്ന ഫാത്തിഹ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ഭൂമിയിൽ വന്നുപോയ സകല അംബിയാക്കളും അതുപോലെ തന്നെ ഔലിയാക്കളുടെ നേതാവായ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി, അതുപോലെ സയ്യിദ് അലവി തങ്ങൾ മുബറർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മഹാനായ സിയം വലിയുള്ളാഹിൽ മടവൂരി, അങ്ങനെ ധാരാളം ഔലിയാക്കൾ മഹാരഥന്മാർ അവർ അല്ലാഹുവേ നിന്റെ റഹ്മത്തിലാണ് പടച്ചവനെ നമ്മുടെ ഉസ്താദന്മാരും പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു മുഴുവന്റെയും ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. അവിടെ എല്ലാ പേർക്കും ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. രണ്ടാമത് നമ്മൾ ഓതാൻ പോകുന്ന ഫാത്തിഹ നമ്മളെ വളർത്തിയവർ, നമ്മൾക്ക് ഭക്ഷണം തന്നവർ, ജീവിതത്തിന്റെ പല മേഖലകളിൽ നമ്മളെ സഹായിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവിടെ എല്ലാം ഖബറുകളെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അവിടെ എല്ലാം പേർക്കൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ മിസ്ൽ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബറിലെത്തിക്കണേ അല്ലാഹ്. അവിടെ ഖബറുകളെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവോട് ദുആ ചെയ്യാൻ പടച്ചവനെ അവർക്ക് നീ മാഫ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതെല്ലാം നീ ഖബൂൽ ചെയ്യണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന മഹത്തായ, ഇനി നമ്മൾ ഓതാൻ പോകുന്ന മഹത്തായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. എല്ലാ സത്യവിശ്വാസികളും പ്രഭാതത്തിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഒക്കെ ഓതണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യങ്ങൾ തരാൻ ഒരു കാരണമാണ്. ഖൈറുകൾ അല്ലാഹു നമുക്ക് നൽകാൻ ഒരു കാരണമാണ്. ശർറുകളെ അല്ലാഹു തട്ടി നീക്കുന്നതാണ് പടച്ചവനെ. ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ
شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله പരിശുദ്ധ ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് പടച്ചവനെ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് ചൊരിയുമാറാകട്ടെ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന വലിയ മഹത്വമുള്ള ദിക്റാണ് അല്ലാഹു ദുനിയാവിലെയും ആഖിറത്തിലെയും ടെൻഷനും വിഷമങ്ങളെല്ലാം അല്ലാഹു മാറ്റുന്ന മഹത്തായ ദിക്റാണ് ഐശ്വര്യങ്ങൾ അല്ലാഹു ധാരാളം നൽകുന്ന ദിക്റാണ് അനുഗ്രഹങ്ങൾ അല്ലാഹു ധാരാളം നൽകുന്ന ദിക്റാണ് എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലിക്കോ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ പലവിധ പ്രയാസങ്ങളുള്ള അനുഭവിക്കുന്നവരുണ്ട് പല വിഷമങ്ങളുള്ളവരും അല്ലാഹു നമ്മുടെ ഒക്കെ പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം അല്ലാഹു മാറ്റി തരുമാറാകട്ടെ ഈ സദസ്സിൽ വെച്ച് നമുക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മഹത്തായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹുവേ ഓരോരുത്തരും ചൊല്ലണം അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ മഹത്വമുണ്ട് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് വലിയ മഹത്വം ാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓരോ മുഅ്മിനീങ്ങളും അത് ചൊല്ലണം അത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് നമുക്ക് കൂട്ടായിട്ട് ദുആ ചെയ്യാം കാരുണ്യവാനായ റബ്ബേ നീ സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ് ധാരാളം ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ചൊല്ലി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ് മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ് കാരണം പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നിങ്ങൾ ചൊല്ലി ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഖുർആൻ ആ ഖുർആൻ നമ്മളോട് കൽപ്പിക്കപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ചൊല്ലി നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ് കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ
നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലേ, ഒരു വിഷമം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ നമ്മൾ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ചൊല്ലണം. ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്ന നമുക്ക് ഇഖ്ലാസോടെ ചൊല്ലാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിൽ നിന്റെ നാമങ്ങൾ മുന്നിലോട്ട് വെച്ചിട്ട് ഞങ്ങൾ ചോദിക്കുന്നേ അല്ലാഹ്, ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ്. ഒരു ഖൈറായ സന്തോഷകരമായ ജീവിതം നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, ജോലി നൽകണേ അല്ലാഹ്. ശേഷി സമ്പൂർണ്ണമായൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഐശ്വര്യ സമ്പൂർണ്ണമായൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് നിഅമത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ ബാരി യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ വഹാബ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ ഹലീം യാ അല്ലാഹ് യാ ഖാബിദ് യാ അല്ലാഹ് യാ വാസിത്ത് യാ അല്ലാഹ് يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عادل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله പടച്ചവനെ കാരുണ്യവാനായ അല്ലാഹ് കരുണക്കടലായ അല്ലാഹ്
റബ്ബേ ഞങ്ങൾ നിന്റെ 99 നാമങ്ങൾ ചൊല്ലിയ മജ്‌ലിസാണ് അല്ലാഹ്. ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങൾ ധാരാളം നിലനിർത്തണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. നിന്റെ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന പടച്ചവനെ നീ സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. രോഗികളായ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സന്തോഷകരമായ ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്കെല്ലാം അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്ക് ഞങ്ങൾക്കുമെല്ലാം നിലനിർത്തണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സർവാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സർവാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുസീബത്തുകളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ അല്ലാഹു നമ്മുടെ മജ്‌ലിസിൽ ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. സന്തോഷങ്ങൾ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന വലിയ മഹത്വമുള്ള ദിക്റാണ്. വലിയ മഹത്വമുള്ള ദിക്ർ എല്ലാം നിങ്ങൾ ചൊല്ലുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷങ്ങൾ അല്ലാഹു നിലനിർത്തട്ടെ. വലിയ മഹത്വമുള്ള ദിക്റുകളാണ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത്. വലിയ മഹത്വമുള്ള ദിക്റെല്ലാം മുഅ്മിനീങ്ങൾ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതായത് ഈ ദിക്ർ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചൊല്ലിയിരിക്കണം. കാരണം അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട സർവ്വ സൃഷ്ടികൾ ഉപദ്രവത്തിൽ അല്ലാഹു അവനെ കാക്കുന്നതാണ്. പടച്ചവനെ, ഈ ഭൂമിയിൽ ഒരുപാട് സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപദ്രവങ്ങളെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെല്ലാം നീ കാക്കണേ അല്ലാഹ്. നീ കാക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലിക്കോ. അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ധാരാളം സൃഷ്ടികളുണ്ട്. മാരകമായ ചെറുതും വലുതുമായ രോഗങ്ങളുടെ വൈറസുകളുടെ അസൂയാലുകൾ അസൂയത്തിനും മരണക്കാട് വാദത്തൊട്ട് കൂടുതലക്കാട് കൂടുതൽ കണ്ണീറുകളിൽ അതുപോലെ തന്നെ മരണക്കാട് വാദത്തിൽ അക്രമികളുടെ അക്രമങ്ങളെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലിക്കുക. അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട സർവ്വ സൃഷ്ടികളും ഉപദ്രവത്തിൽ അല്ലാഹു കാക്കപ്പെടുന്ന ഒരു മഹത്തായ ദിക്ർ എല്ലാവരും ചൊല്ലിക്കുക. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. അതുപോലെ മഹത്തായ ഒരു ദിക്ർ അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട സർവ്വ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ അല്ലാഹു നമ്മളെ കാക്കുന്ന ഒരു മഹത്തായ ദിക്റാണ്. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. പടച്ചവനെ, ഇതെല്ലാം നീ കാക്കണേ അല്ലാഹ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മഹത്തായ ദിക്റാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد
وهو على كل شيء قدير അല്ലാഹുവേ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു ഒരുപാട് ബർക്കത്ത് നൽകപ്പെടുന്ന ഒരു മഹത്തായ ദിക്റാണ് സമുദ്രനിരയോളം പാപങ്ങളുണ്ടെങ്കിലും മന്നാനായ അല്ലാഹു പുറത്തു തരുന്ന മഹത്തായ ഒരു ദിക്റാണ് നിങ്ങൾ എല്ലാവരും ചൊല്ലിക്കോ പരിശുദ്ധ റമളാനിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഖൈറുകൾ അല്ലാഹു ധാരാളം നൽകുന്നതാണ് അതുകൊണ്ട് പടച്ചവൻ നമ്മളെ ഈ മജ്ലിസിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ നിങ്ങൾക്ക് എത്രത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലണേ മുഅ്മിനീങ്ങളെ കാരണം ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ദാരിദ്ര്യമെന്ന മഹാവിപത്തിനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതോടുകൂടി അല്ലാഹു എടുത്തു കളയുന്നതാണ് പടച്ചവനെ നീ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ് അതുകൊണ്ട് നമുക്ക് 33 പ്രാവശ്യം ഈ പ്രഭാത ദിക്റിൽ ഒരുപാട് പേര് നമ്മളോട് ദിക്ർ ചൊല്ലാനുണ്ട് എല്ലാവരും ചൊല്ലിക്കോ 33 ചൊല്ലിയാൽ പോലെ ധാരാളം ചൊല്ലണം പക്ഷേ നമുക്ക് നിർത്തേണ്ടതുണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പടച്ചവനെ റമദാനിന്റെ ദിനങ്ങളിലും രാവുകളിലെല്ലാം ഒരുപാട് ചൊല്ലാൻ പറ്റിയ മഹത്തായ ദിക്റാ ചൊല്ലിക്കോ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി أستغفر الله وأتوب إليه 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 അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന മഹത്തായ ദിക്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്ന ഒരു മഹത്തായ ദിക്റാണ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കാരുണ്യവാനായ റബ്ബ് വലിയ പദവി നൽകുന്ന ഒരു മഹത്തായ ദിക്റാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ ഒരു 100 പ്രാവശ്യം നമുക്ക് ഈ മജ്ലിസിൽ വിളിച്ച് ചൊല്ലാം അല്ലാഹു വലിയ ഖൈറുകൾ നൽകുന്ന മഹത്തായ ദിക്റാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് ദുനിയാവിൽ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അതുപോലെ ആഖിറത്തിൽ അല്ലാഹു പ്രത്യേക പദവി നൽകുന്ന മഹത്തായ ദിക്റാ ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി سبحان الله وبحمده 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 سبحان الله وبحمده
സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലി അദ്കാറുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ സാലിഹായ മലാക്കി മാറ്റണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ പല പല വിഷമങ്ങൾ നമ്മളോട് പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളായ ബദരീകളെ തവസ്സുലാക്കിയിട്ട് നമുക്ക് ഈ മജ്ലിസിൽ ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. കാരണം അല്ലാഹുവേ, ബദരീകളെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ ഭവനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും നീ നിലനിർത്തണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീട്ടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذكرم സലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലേളുപത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രശരം പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, മഹത്തുക്കളായ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ പ്രമേഹ രോഗത്തിൽ നിങ്ങളെ കാക്കണേ അല്ലാഹ്, പ്രഷർ രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ഷുഗറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സർവ്വ രോഗങ്ങളും ഞങ്ങൾക്ക് ശിഫയാക്കി തരണേ അല്ലാഹ്. ആ രോഗമുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അതുപോലുള്ള രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബർക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമൈകാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂര്യം മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, മഹത്തുക്കളായ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ മജ്‌ലിസിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്.
ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർ ഞങ്ങളെ പലരുമുണ്ട്, മക്കളെ നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് തരണേ അല്ലാഹ്. അവരെയൊക്കെ സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ലാഹുവേ കാരുണ്യവാനായ റബ്ബേ നീ അവരെയൊക്കെ സാലിഹീങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ഇതെല്ലാ ദിവസവും ഞങ്ങൾക്ക് പ്രഭാതത്തിൽ ചെല്ലാനുള്ള അല്ലാഹുവേ അതിനുള്ള ആരോഗ്യവും അതിനുള്ള ആഫിയത്തും അതിനുള്ള സമ്പത്തും അതിനുള്ള സമയവും അതിനുള്ള മനസ്സെല്ലാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നീ നിലനിർത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന മഹത്തായ ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നിലനിർത്തുമാറാകട്ടെ. നമ്മൾ വിട്ടുപോകാതെ ചെല്ലേണ്ടിയുള്ള വലിയ വലിയ മഹത്വമുള്ള അദ്കാറുകളാണ്. അല്ലാഹുവേ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ റമദാനിലാണ് നിലകൊള്ളുന്നത്. റഹ്മാനായ റബ്ബ് ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ഈ ദിക്ർ ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ ഒരു ദിവസം മുഴുവനും ദിക്ർ ചൊല്ലിയ കൂലി അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ഒരു മഹത്തായ ദിക്റാണ്, വലിയ മഹത്വമുള്ള ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന മഹത്തായ ഒരു ദിക്റാണ്, നമുക്ക് ആഫിയത്ത് നൽകുന്ന ഒരു ദിക്റാണ്. എത്രയോ പേര് പ്രമാദമായ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്, അപകടത്തിൽപ്പെടുന്നവരുണ്ട്, അപകട മരണങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാം കാക്കണേ പടച്ചവനേ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങളെ മക്കളെ എല്ലാം നീ കാക്കണേ അല്ലാഹ്. നമ്മുടെ ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നൽകുന്ന ഒരു മഹത്തായ ദിക്റാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹു. ആരോഗ്യം നിലനിർത്തുന്ന ഒരു ദിക്റാണ്. എത്രയോ പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, രോഗികളാവുന്നവരുണ്ട്. അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിന് ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്, ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. അപ്പൊ ഈ ദിക്ർ ചെല്ലുന്നവർക്ക് അല്ലാഹു ആരോഗ്യം നിലനിർത്തുന്നതാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. لا إله إلا أنت اللهم عافني في بدني، اللهم عافني في سمعي، اللهم عافني في بصري. لا إله إلا أنت اللهم عافني في بدني، اللهم عافني في سمعي، اللهم عافني في بصري. لا إله إلا أنت പടച്ചവനേ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. അതുപോലെ ഈ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലേണ്ടിയുള്ള ഒരു മഹത്തായ ദിക്റാണ്. അല്ലാഹു നമ്മുടെ കുടുംബത്തെയും നമ്മളെയും എല്ലാം അല്ലാഹു കാക്കപ്പെടുന്ന ഒരു മഹത്തായ ദിക്റാണ്. മുഅ്മിനീങ്ങളെ സർവ്വ ഐശ്വര്യങ്ങളും അല്ലാഹു നിലനിർത്തണേ
നിലനിർത്തുന്ന ദിക്റാണ്. എല്ലാവരും ഇഖ്ലാസോടെ ചൊല്ലിക്കോ. ഇത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഖൈറുകൾ നമ്മളെ കാക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്റാ. ബിസ്മില്ലാഹി അലാ നഫ്സി വഖലി വമാലി 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 ബിസ്മില്ലാഹി അലാ നഫ്സി വഖലി വമാലി. അല്ലാഹുവേ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ ഒരു മഹത്തായ ദിക്റാണ് നമ്മുടെ വലിയ മഹത്വമുള്ള ദിക്റാണ്. കാരണം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അല്ലാഹു എനിക്ക് രാജാധികാരം നൽകി, അല്ലാഹു എനിക്ക് രാജാധികാരം നൽകി, അതിനേക്കാളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന ഒരു മഹത്തായ ദിക്റാണ് സുലൈമാൻ നബി പറഞ്ഞതാണ് ഈ ദിക്ർ. അല്ലാഹു എനിക്ക് രാജാധികാരം നൽകി, അതിനേക്കാളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു മഹത്തായ ദിക്റാണെന്ന് മഹാനായ സുലൈമാൻ നബി പരിചയപ്പെട്ട ദിക്ർ. എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലുകയോ. എല്ലാവരും ഇഖ്ലാസോടെ ചൊല്ലി അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. الله ഈ മഹത്തായ അധികാരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ധാരാളം ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പഠിച്ചവരെ ധാരാളം ഖൈറുകൾ നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഈ മജ്ലിസിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, സന്തോഷം അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത്. അല്ലാഹുവേ അവരെ ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു തരുന്ന ഒരുപാട് പേര് നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ വീഡിയോയുടെ താഴ്ഭാഗത്തൊക്കെ വന്ന് ഒത്തിരി പേര് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ പഠിച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കൊക്കെ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നമ്മളൊക്കെ പള്ളികളിൽ ജുമാഅയ്ക്ക് പോണ ഉസ്താദന്മാരാണ്, എപ്പോഴും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അതുപോലെ അല്ലാഹു റമദാനിന്റെ പല സദസ്സുകളിൽ വെച്ചും സ്റ്റേജുകളിൽ വെച്ചും പള്ളിയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ വീഡിയോയുടെ താഴ്ഭാഗത്ത് വന്ന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുന്നതാണ്. പഠിച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. മക്കളുടെ വിജയത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അതുപോലെ ഭവനമില്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അതുപോലെ വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഗൾഫിൽ നിൽക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. തൊഴിലില്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അതുപോലെ പഠിച്ചവനെ, മക്കൾ നന്നാവാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആൾക്കാർ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ അവരോട് ദുആ ചെയ്യണം. നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു നിങ്ങളുടെ ദുആ വസിയത്തിൽ എഴുതി അറിയിക്കണം. തീർച്ചയായിട്ടും നമ്മളത് വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ എഴുതുമ്പോൾ എത്രയോ മുഅ്മിനീങ്ങൾ, സാലിഹായ മുഅ്മിനീങ്ങൾ നമ്മളോട് ദിക്ർ ചൊല്ലുന്നുണ്ട്. അവരും ഇത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. പഠിച്ചവനെ,
ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ ഞങ്ങളെക്കാൾ അറിയുന്നവൻ നീയാണ് തമ്പുരാനെ. അവരെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أرحم الراحمين يا الله. പ്രപഞ്ചസിതാവായ പടച്ചവനെ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولسائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وفن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. أرحم الراحمين يا الله. പ്രപഞ്ചസിതാവായ പടച്ചവനെ കരുണക്കടലായ അല്ലാഹ് ഞങ്ങൾ ഈ ചൊല്ലിയ അദ്കാറുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ മേൽ ഞങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി റബ്ബേ, അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. മുത്തനബി തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ദിക്റുകളും അദ്കാറുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തറാവീഹ് നമസ്കാരം സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പുണ്യകർമ്മങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന തമ്പുരാനെ അല്ലാഹുവേ, ആ പ്രഭാതത്തിൽ ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്നവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ സർവ്വ ഐശ്വര്യങ്ങൾ നീ നൽകണേ അല്ലാഹ്. സർവ്വ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. റബ്ബേ, സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ധാരാളം നൽകണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ് അല്ലാഹുവേ. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലരും മക്കളില്ലാത്തവരാണ് റബ്ബേ, ഞങ്ങൾക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഖൈറുകളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് പടച്ചവരെ, അവരെ കച്ചവടത്തിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് വരണേ അല്ലാഹ്. തന്ന ശരീരങ്ങളിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. തന്ന മക്കളിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. തന്ന കുടുംബത്തിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. തന്ന ഇണകളിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളെ നീ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ പടച്ചവനെ, നീ കാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ
ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. നല്ല സാലിഹീങ്ങളാക്കണേ പടച്ചവരെ. ഞങ്ങളെ മക്കളിലെ പലരും രോഗികളാണ്. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ധാരാളം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ഇടങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകടമരണങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും ധാരാളം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ശർറുകൾ തട്ടി നീക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പരിശുദ്ധ റമളാനിന്റെ നല്ല നല്ല രാവുകളും നല്ല നല്ല ദിനങ്ങളും ഞങ്ങൾ ഈ കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ നല്ല ദിവസം ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് ദുആ ചെയ്ത് ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. 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 صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وسلم على جميع الأنبياء والمرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.